വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ പ്രക്രിയയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജീവൻ പ്രക്രിയയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ജീവൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അത് ഏതൊക്കെ ടൈപ്പിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോകാം. ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. നമുക്ക് മെറ്റാബോളിസം എന്താണ്, അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും എന്താണ്, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും എന്താണ്, സസ്യ സേവനങ്ങൾ എന്താണ്, സസ്യ സംരക്ഷണം, പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും. ഇത്തരം ടോപ്പിക്കാണ്, ഏകദേശം 6 ടോപ്പിക് ഉണ്ട്. ഈ 6 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ രണ്ട് ബാക്ടീരിയകളാണ്. ഈ 2 ബാക്ടീരിയകൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് ചാപ്റ്റർ തുടങ്ങുന്നത്. എന്താണ് അവർ സംസാരിക്കുന്നത്? അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഡ്യൂപ്ലിക്കേറ്റാ, ഞാനാ ഒറിജിനൽ. അപ്പോൾ ഒരു ബാക്ടീരിയ പറയാണ് ഇത് ഒറിജിനൽ ബാക്ടീരിയ ആണ്. ഒറിജിനൽ ബാക്ടീരിയ കൃത്രിമമായിട്ട് നമ്മൾ ലാബോറട്ടറിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയയോട് പറയുകയാണ് നീ ഡ്യൂപ്ലിക്കേറ്റാ, ഞാനാണ് ഒറിജിനൽ എന്ന്. ഡ്യൂപ്ലിക്കേറ്റ് ബാക്ടീരിയയോട്, അതായത് നമ്മൾ ലാബോറട്ടറിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയയോട് പറയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാക്ടീരിയ പറയാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നുമില്ല, നമ്മൾ രണ്ടും ബാക്ടീരിയകളാ, എന്നെ ലാബിൽ നിർമ്മിച്ചതാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ ലാബിൽ നിർമ്മിച്ച ബാക്ടീരിയ ആണ്, അല്ലാതെ നമ്മൾ തമ്മിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബാക്ടീരിയ ഒറിജിനൽ ബാക്ടീരിയയോട് പറയുക. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഒരു ബാക്ടീരിയനെ ഒരു ലാബിൽ ഉണ്ടാക്കിയെടുക്കുക? അപ്പോൾ ഇങ്ങനെ, അതായത് ഒരു ജീവിയെ, ഒരു കൃത്രിമമായിട്ട് ഒരു ജീവൻ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ശാസ്ത്ര രംഗത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ ആ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ആ കുടലിലും മണ്ണിലും ജീവിക്കുന്ന ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയുടെ പേരാണ് ഇക്കോളി. ഇക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയ കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയനെ കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലാബോറട്ടറികളിൽ നിർമ്മിച്ച് എടുത്തിട്ടുണ്ട്. ഈ ബാക്ടീരിയ ക്രൈംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ് എന്ത് ചെയ്തത്? ഈ ബാക്ടീരിയനെ നിർമ്മിച്ചെടുത്തത്. ഇവർ സാവധാനത്തിലാണ്, നമുക്കറിയാം ബാക്ടീരിയകൾ വളരെ വേഗത്തിൽ ഡിവൈഡ് ചെയ്യൂലേ, പക്ഷെ കൃത്രിമമായി ഉണ്ടാക്കിയ ബാക്ടീരിയകൾ സാവധാനത്തിലാണ് വിഘടിക്കുന്നത് എങ്കിലും, വളരുന്നതെങ്കിലും അല്ലെങ്കിൽ വിഭജിക്കുന്നതെങ്കിലും അവർക്കും എന്ത് സംഭവിക്കും? അവർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, അവർക്കും എന്ത് ചെയ്യാൻ സഹായിക്കും? വിഭജിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ഫിഗറിന് ശേഷം തന്നിരിക്കുന്നത്, നമ്മുടെ ഫിഗറിൻ്റെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ജീവികൾക്കും ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമുക്ക് ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത്? നമുക്ക് ചലിക്കാനുള്ള ശേഷി ഉണ്ടാവും. അതേപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരണ ശേഷി നമുക്കുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ശ്വസനം ഉണ്ടാവും, അതേപോലെ തന്നെ വളർച്ചയുണ്ടാവും, പ്രത്യുൽപാദനം ഉണ്ടാകും. ഇങ്ങനത്തെയൊക്കെ സവിശേഷതകൾ ജീവനുള്ള ഒരു മൃഗത്തിന് ഉള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രത്യേകതകൾ എന്നുള്ളത്. നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ജീവനുള്ള ജീവികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചലിക്കാനുള്ള ശേഷി ഉണ്ടാവും, അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവും, ശ്വസിക്കാനുള്ള ശേഷി ഉണ്ടാവും, പ്രത്യുൽപാദനം നടത്താനുള്ള ശേഷികൾ ഉണ്ടാകും. അപ്പോൾ ജീവലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഈ ഇതെന്ന് പറയുന്നത്. ഇനി
നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കോശമാണ്, അതായത് സെല്ല്. കോശം അല്ലെങ്കിൽ സെല്ല് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോശമാണ് അല്ലെങ്കിൽ സെല്ലാണ്. കോശം അല്ലെങ്കിൽ സെല്ലാണ് ഒരു ജീവിയുടെ ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശം ആണ്. ഇനി അത് നമുക്കറിയാലോ, അതാണ് കോശം. അപ്പോൾ ഇതൊരു കോശമാണെന്ന് വിചാരിക്കുക. ഈ കോശത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ജീവനുള്ള ഒരു മൃഗമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരുപാട് രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഓരോ പ്രവർത്തനവും നടക്കുന്നത്. അങ്ങനെ ഈ നമ്മുടെ ഏറ്റവും ചെറിയ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഈ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിനായിട്ട് ആവശ്യമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ജീവനുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം, ഇവയൊക്കെ നമുക്ക് ജീവനുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, കോശം എന്ന് പറയുന്നത് ഒരു ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. ഈ കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നടക്കുന്നത്, രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി ഈ ഒരു പാരഗ്രാഫിന് ശേഷം അടുത്ത ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലെന്താന്ന് നമുക്കറിയാം, ഓരോ കോശങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിലുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് എന്താവശ്യമുണ്ട്? തന്മാത്രകൾ ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോശങ്ങളിൽ ഓരോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം. ഈ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ രാസപ്രവർത്തനങ്ങൾക്ക് എന്താവശ്യമുണ്ട്? തന്മാത്രകൾ ആവശ്യമുണ്ട്. ഏതൊക്കെ തന്മാത്രകളാണ് നടക്കുന്നത്? ഒരുപാട് തന്മാത്രകൾ നമുക്ക് എന്തുണ്ട്, ആവശ്യം ഉണ്ട് അല്ലേ? ഈ തന്മാത്രകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം എങ്ങനെയുള്ള മൂലകങ്ങൾ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? തന്മാത്രകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കോശത്തിനുള്ളിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഈ രാസപ്രവർത്തനങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നിരവധി തന്മാത്രകൾ നമുക്ക് അത്യാവശ്യമാണ്. രാസപ്രവർത്തനങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? നിരവധി തന്മാത്രകൾ നമുക്ക് ആവശ്യമാണ്. ഈ തന്മാത്രകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ തന്മാത്രകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ടേക്ക് പോകാം. അടുത്തതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ് ബയോമോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ബയോമോളിക്യൂൾസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. എന്തായാലും പഠിച്ചു വെക്കേണ്ട പോയിന്റാണ്. എന്താണ് ബയോമോളിക്യൂൾസ് എന്നൊക്കെ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയോമോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുക. അതെന്തായാലും പഠിക്കണം. ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ഇത് 4 എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം?
ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുക. ഇവർ ബയോമോളിക്യൂൾസ് ആവാൻ കാരണം എന്താണ്? നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ഈ നാല് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ 4 മോളിക്യൂൾസ് നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് ഇവരെന്തെന്ന് വിളിക്കുന്നത്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ബയോമോളിക്യൂൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുക. 4 ടൈപ്പ് ബയോമോളിക്യൂൾസ് ആണ് നമുക്ക് ഉണ്ടുള്ളത്. ഇനി നമുക്ക് ഈ ബയോമോളിക്യൂൾസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്, ബയോമോളിക്യൂൾസിനെ പറ്റിയിട്ട് വളരെ കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്. അത് നോക്കാം. ബയോമോളിക്യൂൾസ് ആണ് ഇവർ. നമുക്ക് 4 ടൈപ്പ് ബയോമോളിക്യൂൾസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്ന 4 ടൈപ്പ് ബയോമോളിക്യൂൾസ് ആണ് നമുക്കുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് ഫ്ലോ ചാർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഭാഗത്തിലേക്ക് പോകാം. കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ഇത് 5 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഡാഷ് ഇട്ടിട്ട് ഈ ഭാഗം ഏത് തന്നിട്ട് അത് ഏത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അടുത്തതാണ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പുകൾ, എണ്ണകൾ. കൊഴുപ്പ് അതേപോലെ തന്നെ എണ്ണകൾ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾസ് ആണ്? ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൊഴുപ്പുകൾ, എണ്ണകൾ. അപ്പോൾ കൊഴുപ്പുകളും എണ്ണകളും ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. എൻസൈംസ്, ഹോർമോൺ, ആൻറ്റിബോഡി ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ബയോമോളിക്യൂൾസ് ആണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ്സ് DNA-യും RNA-യും ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. DNA-യുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. DNA-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. RNA-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടേബിള് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണിതെന്ന് പറയുന്നത്. നമുക്ക് 4 ടൈപ്പ് ബയോമോളിക്യൂൾസ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. അങ്ങനെ 4 ടൈപ്പ് ബയോമോളിക്യൂൾസ് ഉണ്ട്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അതേപോലെ തന്നെ ലിപ്പിഡ്സുകൾ എന്ന് പറയുന്ന ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് കൊഴുപ്പുകളും എണ്ണകളും. പിന്നെ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണ് എൻസൈംസ്, ഹോർമോൺ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ് DNA-യും RNA-യും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മെറ്റാബോളിസം എന്നാണ്. മെറ്റാബോളിസം എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ രാസപ്രവർത്തനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട്? ഈ ബയോമോളിക്യൂൾസ്, നമ്മൾ നേരത്തെ പഠിച്ച ബയോമോളിക്യൂൾസ് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും കൂട്ടി വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റാബോളിസം എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പ്രോട്ടീൻസ് നിർമ്മാണം, അങ്ങനെ ഒരുപാട് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയണത്? മെറ്റാബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പം മെറ്റാബോളിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകിയ മെറ്റാബോളിസം എന്ന് പറയുന്നു. അതായത് ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റാബോളിസത്തിൽ എന്തുണ്ട്? ബയോമോളിക്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ രാസഘടനകളും ഉണ്ട്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയണത്? മെറ്റബോളിസം എന്ന് പറയണത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെറ്റാബോളിസത്തിനെ പറ്റിയിട്ടാണ്. ഇനി മെറ്റാബോളിസം, നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസം 2 ടൈപ്പിലാണ് നടക്കുന്നത്. ഒന്ന് ആനാബോളിസവും ഒന്ന് കാറ്റാബോളിസവും ആയിട്ട്. ആനാബോളിസം, കാറ്റാബോളിസം, അങ്ങനെ 2 ടൈപ്പ് മെറ്റാബോളിസമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. എന്താണ് മെറ്റാബോളിസം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റാബോളിസം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് ആനാബോളിസം, മറ്റേതാണ് കാറ്റാബോളിസം. ഇനി എന്താണ് ആനാബോളിസം, എന്താണ് കാറ്റാബോളിസം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആനാബോളിസം എന്താണ്? എന്താണ് ആനാബോളിസം? പേരിൽ തന്നെയുണ്ട്, നമുക്ക് അത് വെച്ച് പഠിക്കാം. ആനാബോളിസം, ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വലുത്. അപ്പോൾ ചെറിയ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആനാബോളിസം. അപ്പോൾ ആനാബോളിസം എന്താണ്? ചെറിയ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ ഒരു മോളിക്യൂൾ. ആനാബോളിസം, ആന വലുതല്ലേ, അപ്പോൾ വലിയ ഒരു മോളിക്യൂൾ ഉണ്ടാവും പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആനാബോളിസം. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ആനാബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ ഒരു മോളിക്യൂൾസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആനാബോളിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താ പഠിക്കേണ്ടത്? കാറ്റാബോളിസം. എന്തായിരിക്കും അപ്പൊ കാറ്റാബോളിസം? കാറ്റാബോളിസം കറ്റ എന്നാണ് പറയുന്നത്. ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താ? ചെറുത്. അപ്പം എന്താ? വലിയ ഒരു മോളിക്യൂൾസിൽ നിന്ന് ചെറിയ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇപ്പോൾ കാറ്റാബോളിസം. ആനാബോളിസം എന്തായിരുന്നു? ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ മോളിക്യൂൾ ഉണ്ടാകുന്നത്. കാറ്റാബോളിസം എന്താണ്? അപ്പോൾ വലിയ മോളിക്യൂൾസിൽ നിന്ന് ചെറിയ മോളിക്യൂൾ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയണത്? കാറ്റാബോളിസം എന്ന് പറയണം. അങ്ങനെ 2 ടൈപ്പ് മെറ്റാബോളിസംസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, എങ്ങനത്തെ ഒക്കെ ടൈപ്പാണ് നടക്കുന്നത്, അതിന് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് മെറ്റാബോളിസംസ് ആണുള്ളത്. ഒന്ന് ആനാബോളിസം, ഒന്ന് കാറ്റാബോളിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആനാബോളിസം എന്ന് പറഞ്ഞു, ഞാൻ എന്താന്നാ പറഞ്ഞ ആനാബോളിസം എന്ന് പറഞ്ഞത്? ചെറിയ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് വലിയ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നതിനെയാണ് ആനാബോളിസം എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് നിർമ്മാണം, സസ്യങ്ങളിലെ ഗ്ലൂക്കോസ് നിർമ്മാണം എന്ന് പറയുന്നത്, ഇവിടെ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് നിർമ്മാണം എന്നാണ് അവിടെ എഴുതേണ്ടത്. സസ്യങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്? കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ വാട്ടറും ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ ഇതെന്താ? C6H12O6 അല്ലേ? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ? അത് എന്തിന് എക്സാമ്പിളാണ്? ആനാബോളിസത്തിന് എക്സാമ്പിളാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി തരാം. കാർബൺ ഡയോക്സൈഡ് വാട്ടറും യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന പ്രക്രിയ C6H12O6. C6H12O6 ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന പ്രക്രിയ എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്? ആനാബോളിസത്തിന് എക്സാമ്പിൾ ആണ്. അപ്പം ഗ്ലൂക്കോസ് നിർമ്മാണം എന്ത് മെറ്റാബോളിസത്തിന് എക്സാമ്പിൾ ആണ് എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എക്സാമ്പിൾ ആണ്? ആനാബോളിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനി എന്ന് പറയുന്നത് എന്താണ്? കാറ്റാബോളിസം. ഇവിടെ എഴുതേണ്ടത് കാറ്റാബോളിസം എന്നാണ്. കാറ്റാബോളിസത്തിന് എക്സാമ്പിൾ പ്രോട്ടീൻ വിഘടനമാണ്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്?
എന്തിന് എക്സാമ്പിളാണ്? കറ്റാബോളിസത്തിന് എക്സാമ്പിളാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഇങ്ങനെ പ്രോട്ടീൻസ് ഇങ്ങനെ ഇത് ഈ ഒരു ചെയിൻ ഒരു പ്രോട്ടീൻ്റെ ചെയിൻ ആണെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡ്സുകൾ കൊണ്ടാണ്. ഇങ്ങനെ അമിനോ ആസിഡ്സുകൾ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന വലിയൊരു മോളിക്യൂൾസ് വിഘടിച്ചിട്ട് വീണ്ടും അമിനോ ആസിഡ്സ് മാത്രമായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര്. എന്തിന് എക്സാമ്പിളാണെന്നാ പറയുന്നത്? കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ്. അപ്പം പ്രോട്ടീൻ വിഘടനം എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്? കറ്റാബോളിസത്തിന് എക്സാമ്പിളാണ്. അപ്പം നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കറ്റാബോളിസം എന്നാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് നിർമ്മാണമാണ്. അപ്പം ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ആനാബോളിസത്തിനും പ്രോട്ടീൻ വിഘടനം കറ്റാബോളിസത്തിനും എക്സാമ്പിളാണ്. അപ്പം മെറ്റാബോളിസം എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായി എന്ന് തോന്നുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എൻസൈമുകൾ അല്ലെങ്കിൽ എന്താണ് ഹോർമോണുകൾ എന്നാണ്. എന്താണ് എൻസൈമുകൾ, എന്താണ് ഹോർമോണുകൾ? ഇവരുടെ ധർമ്മം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻസുകളെ എല്ലാത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? മെറ്റാബോളിസം. ഈ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ മെറ്റാബോളിസത്തിനെ, അതായത് ഈ റിയാക്ഷൻസിനെ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബയോമോളിക്യൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസും ഹോർമോണും. എൻസൈംസും ഹോർമോണും എന്താണ്? ബയോമോളിക്യൂൾസ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ബയോമോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസും ഹോർമോൺസും എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസും ഹോർമോണും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ബയോമോളിക്യൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസും ഹോർമോണുകളും നടക്കുന്നത്. എൻസൈംസുകളും ഹോർമോണുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസൈമും ഹോർമോണും നമ്മുടെ ശരീരത്തിൻ്റെ എവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കോശത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ എൻസൈംസും ഹോർമോണുകളും എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഈ എൻസൈംസും ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കോശത്തിനുള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ബയോമോളിക്യൂളെ മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളും കോശങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇനി അതിനെ പറ്റിയിട്ട് എൻസൈംസിനെയും ഹോർമോണുകളെയും പറ്റിയിട്ട് നമുക്കിവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് എൻസൈംസുകളും ഹോർമോണുകളും? എൻസൈംസും ഹോർമോണുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമോളിക്യൂൾസുകളുടെ മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബയോമോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹോർമോണുകളും എൻസൈംസുകളെന്നും വിളിക്കാം. ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻസിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു വേഗതയുണ്ട്. ആ വേഗതയെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വേഗത വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസുകൾ എന്ന് പറയുന്നത്. മിക്ക എൻസൈംസും എന്താണ്? പ്രോട്ടീനുകളാണ്. അപ്പം നമ്മൾ മിക്ക എൻസൈമുകളും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്, മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീൻ ആണ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. മിക്ക എൻസൈമുകളും പ്രോട്ടീനാണ്. അത് നമ്മൾ ഇവിടെ ബയോമോളിക്യൂൾസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടീനുകളുടെ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ എൻസൈം, ഹോർമോൺ, ആൻറ്റിബോഡികൾ പഠിച്ചത്. അപ്പോൾ മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ മിക്ക എൻസൈമുകളും പ്രോട്ടീൻ ആണ് എന്ന് പറയുന്ന കാര്യം ഓർത്തു വെക്കണം. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉമിനീരിൽ, നമ്മുടെ വായിൽ കാണുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആമാശയത്തിൽ കാണുന്ന പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം, നമ്മുടെ ആമാശയത്തിൽ കാണുന്ന പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം, ഉമിനീരിൽ കാണുന്ന സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം, അതേപോലെ തന്നെ
ആമാശയത്തിൽ കാണുന്ന പെപ്സിൻ എന്ന് പറയുന്ന എൻസൈംസ്. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? എൻസൈമുകൾക്ക് എക്സാമ്പിളാണ്, ഉദാഹരണങ്ങളാണെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പം എൻസൈം എന്താണെന്ന് നമ്മൾ മനസ്സിലായി. എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനല്ല, വേഗത വർദ്ധിപ്പിക്കാൻ, വേഗത കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എൻസൈമുകൾ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾസ് നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള സലൈവറി അമിലീസും ആമാശയത്തിലുള്ള പെപ്സിൻ എന്ന് പറയുന്ന എൻസൈംസും. പെപ്സിൻ ഓർത്താൽ മതി. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമും എന്തിന് എക്സാമ്പിളാണ്? ഈ എൻസൈംസുകൾക്ക് എക്സാമ്പിളാണ്. ഇനി നമുക്ക് എന്തിനെ പഠിക്കണം? ഹോർമോണുകളെ പറ്റിയിട്ട് പഠിക്കണം. ഹോർമോണുകൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൽ പ്രവർത്തനങ്ങളെ, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ റിയാക്ഷൻസ് ഉണ്ടാവും, അതിനെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ജീവൽ പ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ ഓരോ നടക്കുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കണം. അത് അലക്ഷ്യമായിട്ട് നടന്നാൽ പോരല്ലോ, അതിനൊന്ന് നിയന്ത്രിച്ച് നല്ല സ്ട്രിക്റ്റിൽ കൊണ്ടുപോകണം. എന്നാലേ എല്ലാ പ്രവർത്തനങ്ങളും എന്തായിട്ട് നടക്കുള്ളൂ? കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പം അതിനെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഒന്നൊന്നിനെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്ന തന്മാത്രകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഹോർമോണുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്നാണ് എന്തെന്ന് വിളിക്കാം? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്ന പേര്. ഇനി ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇവരൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹോർമോണുകൾക്ക് എക്സാമ്പിളാണ്. ഇതിൻ്റെ ധർമ്മം, ഈ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇവരുടെയൊക്കെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ധർമ്മം? ഇങ്ങനത്തെയുള്ള ഹോർമോൺസുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത് മെറ്റാബോളിസത്തിനെ പറ്റിയിട്ട് നമ്മളിന്ന് പഠിച്ചു അല്ലേ? മെറ്റാബോളിസം എന്താണ് എന്ന് വളരെ കറക്റ്റായിട്ട് നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്? എന്താണ് നമ്മുടെ കൃത്രിമമായിട്ട് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇക്കോളൈ ബാക്ടീരിയനെ പറ്റി നമ്മൾ പഠിച്ചു. നമ്മുടെ ജീവികളുടെ ലക്ഷണങ്ങൾ എന്താണ്, ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പഠിച്ചു. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇത്ര 4 മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുക. ആ ബയോമോളിക്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഈ ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ് മെറ്റാബോളിസം എന്ന് വിളിച്ചു. 2 ടൈപ്പ് മെറ്റാബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്, കാറ്റാബോളിസം ഉണ്ട്. അതിന് എക്സാമ്പിൾസ് പഠിച്ചു. എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം. പിന്നെ നമ്മൾ എൻസൈമുകളും ഹോർമോണുകളെയും പറ്റിയിട്ട് പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു.